ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ചെയ്യാൻ പറ്റിയ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി. എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു കേക്കിന് വേണ്ടി ആദ്യം തന്നെ ഒരു പാത്രം എടുക്കണം. ആ പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ല ഉണങ്ങിയ പാത്രമായിരിക്കണം. അതിലേക്ക് ഞാനിവിടെ 4 കോഴിമുട്ടൻ്റെ വെള്ളയാണ് എടുത്തത്. ഈ റെസിപ്പിക്ക് വേണ്ടി മുട്ടയുടെ വെള്ള മാത്രം മതി, മഞ്ഞ ആവശ്യമില്ല. ഞാൻ 4 മുട്ടയാണ് എടുത്തത്. അത് ഓരോരുത്തരുടെ കേക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അങ്ങനെ 4 കോഴിമുട്ടയും തീരെ മഞ്ഞ കലരാതെ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കണം. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. മഞ്ഞ തീരെ കൂടാൻ പാടില്ല. മഞ്ഞ കൂടിയാൽ മുട്ട പതപ്പിക്കുമ്പോൾ പതഞ്ഞു വരില്ല. അങ്ങനെ 4 മുട്ടയുടെയും വെള്ള പൊട്ടിച്ചൊഴിച്ച് ഇനി നമ്മുടെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതും ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം കുറച്ചും കൂടി കൂട്ടണേ കൂട്ടാം. ഇനി മധുരം കുറച്ച് കുറവാണെങ്കിൽ കുറച്ചിട്ടാലും മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയാണ്. അതും കൂടി ചേർത്ത് ഇത് ഒരു ബീറ്റർ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് പതപ്പിച്ച് എടുക്കണം. ഇനി ബീറ്റർ ഇല്ലെങ്കിൽ ഒരു വിസ്കോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച്, അല്ലെങ്കിൽ മിക്സിയുടെ ജാറൊക്കെ എടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഉണങ്ങിയ ജാറായിരിക്കണം. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് മുട്ടവെള്ളം നല്ലോണം ഒന്ന് പതഞ്ഞ് പൊങ്ങി വരണം. വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. കേക്കെന്നോ പുഡിങ്ങെന്നോ എന്ത് വേണമെങ്കിലും പറയാം. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ളം നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഈ പാത്രം ഇങ്ങനെ കമഴ്ത്തുമ്പോൾ നിലത്ത് ഉറ്റരുത്. ആ പരുവത്തിലാണ് ഇതിൻ്റെ. ഇങ്ങനെ കമഴ്ത്തിയാൽ നിലത്ത് വീഴൂല. അതാണ് ഇത് പതഞ്ഞ് വന്നോ ഇല്ലേ എന്നുള്ള നോക്കുന്നത്. ഇനി ഞാൻ ആദ്യം തന്നെ ഒരു കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ പുരട്ടി വെച്ചിരുന്നു. അതിലേക്ക് നമ്മുടെ മുട്ടവെള്ള പതപ്പിച്ചത് അതിലേക്ക് ഒഴിച്ച്, വേണമെങ്കിൽ ഇതിലിങ്ങനെ പരത്തി വെക്കാം. അതിനേക്കാൾ നല്ലത് ഇത് കുറച്ച് ഇങ്ങനെ ഉയരം കൂട്ടി കൂമ്പാരാക്കി വെച്ച് കൊടുത്താൽ മതി. എന്നാൽ നല്ലോണം പൊങ്ങി വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ ഈ മോഡൽ ഒരു ഷേപ്പിലാക്കി എടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കാണ്. അതാണ് വീണ്ടും വീണ്ടും പറയുന്നത്. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള ഒരു കേക്കാണ് ഇത്. ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവണില്ലാത്തൊരു സ്റ്റൗ ടോപ്പിൽ വേണമെങ്കിലും ബേക്ക് ചെയ്യാം. അത് ഞാൻ കാണിക്കുന്നുണ്ട് സ്റ്റൗ ടോപ്പിൽ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന്. ഇത് ഞാൻ ഓവൻ നേരത്തെ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബദാമാണ്. ബദാം ചെറുതാക്കി നുറുക്കിയത്. എന്തെങ്കിലും നട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. ഈ നട്ട്സും അതിൽ കിടന്ന് ഇങ്ങനെ ഈ നല്ലോണം വെന്തത് ഭയങ്കര ടേസ്റ്റാണ്. അതും കൂടി കടിക്കുമ്പോൾ. ഇനി നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് ഞാൻ നമ്മുടെ കേക്കിൻ്റെ ടിന്ന് വെച്ചിട്ടുണ്ട്. അത് 150 ഡിഗ്രിയിൽ ഒരു 30-35 മിനിറ്റോളം അത് ബേക്ക് ആയിട്ടാണ് ബ്രൗൺ പഞ്ഞി പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു കേക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് റെസിപ്പി കണ്ട്
വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ ക്ലൗഡ് കേക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ അറിയാം വളരെ സോഫ്റ്റാണ് എന്ന്. ഇനി നമുക്ക് സ്റ്റൗ ടോപ്പിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം, ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ ഒരു പാത്രം വെച്ച് ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം വെച്ച് നല്ലോണം അടപ്പുള്ള ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കുക. അങ്ങനെയാണ് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്ത് എടുക്കുന്നത്. ഈ കേക്ക് എന്നല്ല എന്തും ഇങ്ങനെ നമുക്ക് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ക്ലൗഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു കേക്കാണ്. പിന്നെ വീഡിയോ കണ്ട് കഴിഞ്ഞ് ഒരു ലൈക്ക്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇനി അത് ചൂടോടെ തന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ച മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, അത്രയും സോഫ്റ്റ് മഞ്ഞ പോലെ ഒക്കെയുള്ള ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരും.